മറ്റ് സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാർ കഴിഞ്ഞ വർഷം പകുതിയിൽ 25% വരെ താരിഫ് നിരക്കുകൾ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഉപഭോക്താക്കളിൽ നല്ലൊരു ശതമാനവും BSNLിലേക്ക് മാറിയിരുന്നു. ദശലക്ഷക്കണക്കിന് പുതിയ ഉപഭോക്താക്കളെയാണ് റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, VI എന്നീ കമ്പനികളിൽ നിന്ന് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിന് പുതിയതായി ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ വരുന്ന കണക്കുകൾ അനുസരിച്ച് BSNLിന്റെ ഈ നേട്ടം അധികം നീണ്ടുനിന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. പൊതുമേഖലാ ടെലികോം ഓപ്പറേറ്റർമാരായ BSNLിന് ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ 2024 നവംബർ മാസം ഗണ്യമായ കുറവുണ്ടായതായി ട്രായിയുടെ കണക്കുകളിൽ പറയുന്നു. 0.46 ദശലക്ഷം മാത്രം പുതിയ ഉപഭോക്താക്കളെ കഴിഞ്ഞ നവംബറിൽ BSNLിന് ലഭിച്ചപ്പോൾ 0.87 ദശലക്ഷം ഉപഭോക്താക്കളെ നഷ്ടമായെന്നാണ് കണക്ക്. 4G വിന്യാസം പുരോഗമിക്കുകയാണെങ്കിലും BSNL നെറ്റ്വർക്കിനെ കുറിച്ച് വ്യാപക പരാതികൾ ദേശീയ വ്യാപകമായി ഉപഭോക്താക്കൾക്കുണ്ട്. ഡാറ്റ ലഭിക്കുന്നില്ല, കോൾ വിളിക്കാനാവുന്നില്ല എന്നിവയാണ് പ്രധാന പരാതികൾ. 2024 ജൂലൈയിലെ സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനവിന് പിന്നാലെ ഉപഭോക്താക്കൾ പോർട്ട് ചെയ്തും പുതിയ സിം കാർഡ് എടുത്തും BSNLിലേക്ക് ഒഴുകിയെങ്കിലും അവർ പ്രതീക്ഷിച്ച സേവനം നൽകാൻ BSNLിന് കഴിയാതെ പോയതാണ് ഉപഭോക്താക്കളെ ചോടിപ്പിക്കുന്നതെന്നാണ് സൂചന. 2024 ജൂലൈയിൽ 0.5 ദശലക്ഷവും, ഓഗസ്റ്റിൽ 2.1 ദശലക്ഷവും, സെപ്റ്റംബറിൽ 1.1 ദശലക്ഷവും, ഒക്ടോബറിൽ 0.7 ദശലക്ഷവും പുതിയ ഉപഭോക്താക്കളെ കിട്ടിയ BSNL ആണ് ഇപ്പോൾ പിന്നോട്ടടിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ മറ്റ് ഓപ്പറേറ്റർമാരിൽ നിന്ന് BSNLിലേക്ക് ചേക്കേറാൻ ഉപഭോക്താക്കളുടെ മത്സരമായിരുന്നു രാജ്യത്ത് ദൃശ്യമായത്. അതേസമയം ജൂലൈയിൽ 0.31 ദശലക്ഷവും, ഓഗസ്റ്റിൽ 0.26 ദശലക്ഷവും, സെപ്റ്റംബറിൽ 0.28 ദശലക്ഷവും, ഒക്ടോബറിൽ 0.51 ദശലക്ഷവും പേരാണ് BSNL വിട്ടത്.